ബാബുരാജേട്ടൻ നേരത്തെ അഡ്വക്കേറ്റ് ആയിരുന്നല്ലോ എന്നാണ് എൻ്റെ ഒരു നിഗമനം അല്ലേ? Correct അതെ, ആണ്. കുറെ വർഷമായിട്ട് വർക്ക് ചെയ്തിട്ടില്ലേ? ആരെയും തൂക്കി കൊല്ലുവോ അല്ലെങ്കിൽ രക്ഷപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടോ? ഞാൻ ഞാൻ വാ- ഞാൻ ഞാൻ വാദിച്ച് വാദിച്ച് തൂക്കി തൂക്കി- ഞാൻ വാദിച്ച് ആരെങ്കിലും തൂക്കിക്കൊന്നിട്ടുണ്ടെന്ന് ഇല്ല. ഞാൻ അങ്ങനെയുള്ള ഒരു അവസരം ഞാൻ ഒരു 10 വർഷം പ്രാക്ടീസ് ചെയ്തതാണ്. പക്ഷേ പ്രാക്ടീസ് ചെയ്യാൻ പോകുമ്പോഴൊക്കെ ഞാൻ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ലീഡിങ് ക്രിമിനൽ ലോയറുടെ കൂടെയായിരുന്നു പ്രാക്ടീസ്. TV പ്രഭാകരൻ എന്ന് പറയും, അദ്ദേഹത്തിൻ്റെ കൂടെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അരുമ ശിഷ്യനൊക്കെ ആയിരുന്നു. പക്ഷേ എവിടെയെങ്കിലും ഇടികൊള്ളാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അപ്പം ഇതിട്ടുണ്ട് ഓടി അവിടെ ചെല്ലും. കാലത്തെ മറ്റേ കോടതി പോണ പോലെ ഇറങ്ങും സാർ. അപ്പം സാറേ ഓക്കെ ഇത് കുഴപ്പമില്ല മറ്റല്ല എന്നൊക്കെ പറഞ്ഞു. ഇവിടെ ചെല്ലുമ്പോഴായിരിക്കും മറ്റൊരുത്തരം നടക്കണ്ടല്ലോ, വിളിച്ചല്ലോ, അവിടെ പോകുക, ഇതൊക്കെ കൂടി കാറിൽ വയ്ക്കുക, അവിടെ ചെല്ലുക, ഇടിയൊക്കെ ഉള്ള തിരിച്ചു വരിക. ഇതായിരുന്നു നമ്മുടെ ക്രൈസ്. കോടതി എനിക്ക് അത്ര സെറ്റായിരുന്നില്ല. അങ്ങനെ അതുമായിട്ട് മുന്നോട്ട് പോവാ, ഒരു 10 വർഷം അതുമായിട്ട് മുന്നോട്ട് പോവാ, അതൊക്കെ വലിയ പണിയുള്ള കാര്യമാണ്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇന്റർവ്യൂ ഒരാൾ എന്നോട് ചോദിച്ചു, നിങ്ങളുടെ കൂടെ നടന്ന പലരും ഇപ്പൊ ഇല്ലല്ലോ സിനിമയിൽ. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ വലിയ പണിയാണത്. കാരണം ഒരു 10 വർഷത്തോളം ഞാൻ ഊമയായിട്ട് അഭിനയിച്ചു സിനിമകളിൽ, പല സിനിമകളിലും. പിന്നെ ഡയലോഗും ഇല്ല, കാശും ഇല്ല, ഒന്നുമില്ല. പക്ഷെ സിനിമ എന്നുള്ളൊരു മോഹം കൊണ്ടിട്ട് ഇദ്ദേഹത്തിന്റെ ഫാദർ നമ്മളെ കൂടെ അഭിനയിച്ച് മിമിക്സ് ആക്ഷൻ 500 എന്ന് പറഞ്ഞ പടമൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ശൃംഖല തന്നെ ഉണ്ട്, മിമിക്രി ആൾക്കാരൊക്കെ ആയിട്ട് പോവുക. സ്വന്തം ഡ്രസ്സ്, താമസമൊന്നുമില്ല, സ്വന്തം ഡ്രസ്സ്, ഉച്ചയ്ക്ക് മാത്രം ഭക്ഷണം കിട്ടും, അതും ഭക്ഷണത്തിന് കണക്കുണ്ടാവും, അത് കഴിക്കുക, തലക്കൊക്കെ ഉള്ള അതൊക്കെ പറഞ്ഞാൽ പോരുക. അതാണ് അന്നത്തെ സംഭവം. ഇന്നിപ്പോ ആര് പുതിയ ആള് വന്നു കഴിഞ്ഞാലും അവർക്ക് ഒരു ചെറിയൊരു തുക കൊടുക്കുമല്ലോ. ഇതൊന്നുമില്ലെങ്കിൽ താമസിക്കാൻ ഒറ്റയ്ക്ക് ഒരു മുറി കൊടുക്കുമല്ലോ, അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുമല്ലോ 3 നേരം. ഞാൻ കമ്പോളം എന്ന് പറഞ്ഞ പടം ചെയ്യുമ്പോൾ പൊള്ളാച്ചിയില് നമ്മുടെ കണ്ടീഷൻ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഭക്ഷണമില്ല. ബ്രേക്കിൽ നമ്മൾ പുറത്ത് പോയി ഭക്ഷണം കഴിച്ചിട്ട് വന്നു. താമസമില്ല, താമസം നമ്മൾ സ്വന്തമായിട്ട് താമസിക്കണം. എന്നിട്ട് അഭിനയിച്ചോണ്ടിരിക്കണം കൗണ്ടറായിട്ട്, എന്നടാ എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല, അപ്പൊ ആ സമയത്തൊക്കെ എങ്ങനെയാ ജീവിക്കുക? അതൊക്കെ പോവാനും വരാനൊക്കെ പൈസ വേണ്ടി? പിന്നെ അതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമല്ലോ, തറവാട് വിൽക്കാല്ലേ. തറവാട് വിറ്റിട്ടായിരുന്നു ഞാൻ സിനിമ വിൽക്കാല്ലേ. ഞാൻ പറഞ്ഞില്ല, ഞാൻ അഭിനയിക്കാൻ പോകുന്ന സമയത്ത് എനിക്കന്ന് സ്വന്തമായിട്ട് AC ഉള്ള കാറുകൾ എന്നൊക്കെ പറയുന്നത് വളരെ അപൂർവമാണ്. അന്ന് അംബാസഡർ കാരണത്ത് AC ഒക്കെ കയറ്റിയിട്ടൊക്കെയാണ് ഉണ്ട്. അപ്പൊ ഈ കാറൊക്കെ ഞാൻ വെല്ലോടത്ത് ഇട്ടിട്ട് നടന്നു പോകും അഭിനയിക്കാൻ. അപ്പൊ സാലു ജോർജ് എന്ന് പറഞ്ഞ ക്യാമറമാൻ ഉണ്ട്, സാലു ചേട്ടൻ. സാലു ചേട്ടൻ അപ്പൊ അവരുടെ കാർ AC ആണല്ലേ, AC മാത്രമല്ല TV ഒക്കെ ഉണ്ട്, ഭയങ്കര സെറ്റപ്പാ. അപ്പോൾ അതാണ്. പിന്നെ ഞാൻ സ്വന്തമായിട്ട് ആദ്യം പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ പേര് വെച്ചില്ല. കാരണം വെച്ചാൽ എൻ്റെ പേര് വെച്ചാൽ പിന്നെ എനിക്ക് വേറെ സിനിമ കിട്ടില്ല. അന്ന് അങ്ങനെയാണ്, അവൻ പ്രൊഡ്യൂസർ അവനെ വിളിക്കണ്ടെന്ന് പറയും. അപ്പൊ അതുകൊണ്ട് കൊച്ചിൻ ഫിലിംസ് എന്ന് വെച്ചാൽ പ്രൊഡ്യൂസർ ബൈ കൊച്ചിൻ ഫിലിംസ് എന്റെ കമ്പനിയുടെ പേരായിരുന്നു. അപ്പൊ അങ്ങനെയാണ് സംഭവം. രണ്ടാമത് ഞാൻ പടം ചെയ്തു, അതിനും ഞാൻ പേര് വെച്ചില്ല. ശശിമാഷന്റെ അടുത്ത് ബാബുരാജ് പേര് വെക്കണ്ട കേട്ടോ, പ്രൊഡ്യൂസർ എന്നുള്ള പേര് വെക്കില്ല. ഇന്നതൊക്കെ മാറിയില്ലേ, സിനിമ എത്ര ഇതായി. ഇനി അതുപോലെ ഇപ്പൊ ഞാൻ 2-3 സ്ഥലത്ത് പറഞ്ഞത് ഒന്നുകൂടി പറയാം. അതായത് അന്ന് ഫിലിം ഫോർമാറ്റ് ആയതുകൊണ്ട് നമുക്ക് ഡയലോഗ് പറയാനായിട്ട് ഒറ്റ ചാൻസ് തരുള്ളൂ. ഇങ്ങോട്ട് തിങ്ങിക്കൂ എന്നുള്ള ഡയലോഗ് ഒറ്റ, നമ്മള് അടുത്ത ആൾ പറയുക ഡയലോഗ്, അടുത്ത ആൾക്ക് കൊടുത്തുള്ള ഡയലോഗ് ഒറ്റ ചാൻസ് ഉള്ള അതിൽ പിടിച്ചു കാരണം അപ്പൊ നമ്മൾ അല്ലേ തന്നെ അസോസിയേറ്റ് ഒക്കെ വന്നിട്ട് പേടിപ്പിച്ചിട്ട് ഡയലോഗ് ഉണ്ടിട്ടാ വെറുതെ അതില് അസിസ്റ്റന്റ് ആയിട്ട് ഡയലോഗ് ഉണ്ടല്ലോ ഒന്ന് പറഞ്ഞേ, ഇങ്ങോട്ട് മാറി കിട്ടാം. ഓക്കെ.